ബിസിനസ് ഈസ് ലൈക്ക് എ സ്നേക്ക് ബോട്ട് റേസ്. ഇതിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, സജു എന്ന പേര്. അപ്പോൾ പുള്ളിക്ക് കുമരകത്ത് സ്നേക്ക് ബോട്ടുണ്ട്, ചുണ്ടൻവള്ളം. അപ്പം ഇതിന് പുള്ളി പല വർഷങ്ങളിലും ചുണ്ടൻവള്ളം ഇറക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ട്രെയിനിങ് കൊടുക്കണം, ഒരു മോട്ടിവേഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴത്തേക്കും ഒരു 100-150 പേര് 120 പേരൊക്കെ കാണും എപ്പോഴും. അപ്പോൾ ഞാൻ ഈ മൈൻഡ് പവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ ടെസ്റ്റിന് പോവും. അപ്പോൾ ഞാൻ ബോട്ടയിലൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ടൈമൊക്കെ പുള്ളി നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ടൈമോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല, പഴയ റെക്കോർഡൊന്നും അറിയത്തില്ല. ഇങ്ങനെ നോക്കിയിട്ട് കുഴപ്പമില്ലെന്നൊക്കെ പറയും. ടെസ്റ്റ് മാത്രം. അപ്പോൾ നമ്മളിങ്ങനെ കുറേ പേര് തുഴയുന്നു. ഇങ്ങനെ ഒരു ബസ്സിന് കയറി കഴിഞ്ഞാൽ 4 ബസ്സിന് അത്രയുള്ള ആളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാനിങ്ങനെ മൈൻഡ് പവറോട്ട് കൊടുത്തു, ട്രെയിനിങ് കൊടുത്തു, അങ്ങനെയൊക്കെ ചെയ്തു. ഇവരെയൊക്കെ പരിചയമായി. കുറേ ദിവസം പോയി ഞാൻ. അത് നെഹ്റു കപ്പിന് ഞാൻ പോയായിരുന്നു. നെഹ്റു കപ്പിന് ചെന്ന് അവിടെ പോയി ഇങ്ങനെ ഓട്ടാൻ നിൽക്കുമ്പോഴത്തേക്കും ഈ വള്ളം വരുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇത് പുറകോട്ടാണ് നിൽക്കുന്നത്, പുറകോട്ട് നിൽക്കുക. അപ്പം എത്ര സ്ഥാനമാണ് ഞാൻ ഓർക്കുന്നില്ല, ദൂരെ കാണാൻ എനിക്ക്. അപ്പം ഇതിൻ്റെ പുറകിൽ ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ഒരാളുണ്ട്. പുള്ളി ഇങ്ങനെ ഈ തുഴ ഇങ്ങനെ മറയ്ക്ക് ഇങ്ങനെ കുത്തുക, റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന പാർട്ടി, ബാക്കിയെല്ലാവരും തുഴയുക. ഇയാൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു വെള്ളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഫസ്റ്റ് അടിച്ച വെള്ളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ കറക്കി അടിച്ചുകൊണ്ടിരിക്കുക സ്പീഡിൽ. ഇയാൾ ഇങ്ങനെ ഒന്ന് കറക്കി അടിക്കും, അടുത്ത കറക്കി അടിക്കുന്ന സ്ലോ. നമുക്ക് ഇതിൻ്റെ പേസ് മനസ്സിലായി. കളി തോറ്റായിരുന്നു. അത് ഞാൻ സജുവിനോട് ചോദിച്ചു, ഇതെന്നാ സംഭവം എന്ന്. ഈ പുള്ളി തന്നെ ഇങ്ങനെ പതുക്കെ ചെയ്യുന്നത്, മറ്റോ ഭയങ്കര സ്പീഡിലാണല്ലോ ചെയ്തെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു ഇത് ഇതിൻ്റെ ക്യാപ്റ്റൻ്റെ ബന്ധുവാണ്, അതുകൊണ്ട് പിടിച്ച് കയറ്റി നിർത്തിയതാണ്. ഞാൻ അതിനെ പരിപാടി കാണിച്ചാൽ കഴിവുള്ള നിർത്തേണ്ടതെന്ന് ചോദിച്ചു. അതൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു അതിനകത്ത്. കാര്യം ഇതിനകത്ത് അവർ തമ്മിലുള്ള കണക്ഷനും ചിലപ്പം ബന്ധങ്ങളും ഒക്കെ വെച്ചിട്ട് അവരും തീരുമാനിക്കും ഇന്ന ആൾ വേണമെന്നൊക്കെ പറയും. അപ്പോൾ സജുവിന് ഒരു പരിധിക്കുള്ളതിനകത്ത് ഇടപെടാനും പറ്റിയില്ല. അപ്പോൾ അത് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പം ഇങ്ങനെ സംഭവിക്കുക. അല്ലെങ്കിൽ സ്പോർട്സിനകത്ത് ഫുട്ബോൾ ക്രിക്കറ്റിലെല്ലാം സംഭവിക്കുന്നത്, ബന്ധത്തിലുള്ളതും പരിചയക്കാരെയൊക്കെ കയറ്റും. അപ്പോൾ ഇതിൻ്റെ സെലക്ടർമാരൊക്കെ. അപ്പം കഴിവില്ലാത്ത ആൾക്കാരെ നിർത്തിയാൽ നമ്മൾ പുറകോട്ട് പോകും. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ ബിസിനസ് പുറകോട്ട് പോകും. അപ്പോൾ നമ്മളിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് സെലക്ഷൻ. നമ്മുടെ പവർ അത്രയും അതിനകത്ത് ഇൻവോൾവ്മെൻറ്റ് അത്രയ്ക്കും വേണം. അപ്പം ഈ സജുവിൻ്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ, സജു കുറച്ച് പൈസ അതിനകത്തിട്ടുണ്ട്. കുറേ പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഈ പിരിച്ചെടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ടീമുണ്ട്. ഇങ്ങനെ പല കാര്യത്തിനകത്തുണ്ട്. അപ്പോൾ ഒരു തീരുമാനം എടുക്കാനായിട്ട് അയാൾക്ക് പറ്റത്തില്ല. ചിലപ്പോൾ അയാൾക്ക് അറിവും കാണുന്നില്ല, എല്ലാ കാര്യവും ഒക്കണമെന്നില്ല ഇതിനകത്ത്. അപ്പം അതുപോലെ നമുക്ക് റേസിൻ്റെ അന്ന് ചിലപ്പോൾ ചിലർക്കൊക്കെ പനി കാണും. ഈ പറഞ്ഞ 100 പേര് മോളിൽ ഉണ്ടല്ലോ. അപ്പോൾ വേറെ ആരെങ്കിലും കയറുന്ന, പിന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ വന്ന് പിള്ളേർ സെറ്റൊക്കെ വന്ന് കയറും. അവർക്ക് നേരത്തെ എക്സ്പീരിയൻസായി, ഇപ്പോഴത്തെ ആ തുഴഞ്ഞുള്ള എക്സ്പീരിയൻസ് കാണത്തില്ല. അപ്പോൾ അങ്ങനെയും വരും ഇതിനകത്ത്. ഇങ്ങനെ പല പ്രശ്നങ്ങളാണ്. ഇത് തന്നെ ബിസിനസ്സിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കഴിവുള്ള ആളെ പോസ്റ്റ് ചെയ്താൽ മാത്രമേ ഇത് വർക്കൗട്ട് ആകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സമയവും നമ്മുടെ പൈസയും വെറുതെ പോകും. അതുകൊണ്ടാണ് ഞാനിത് എക്സാമ്പിൾ സഹിതം പറഞ്ഞത്.